നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടത് സർക്കാർ വഴിതെറ്റുന്ന പ്രവണത കാണിക്കുന്നതായി വെള്ളോറ രാജൻ. തൊഴിലാളികളെ കൈയൊഴിയുന്ന മനോഭാവം തുടരുന്നു. സർവ്വമേഖലകളിലും സമരം ശക്തമായി തുടങ്ങി. സപ്ലൈകോ ജീവനക്കാരും സമരത്തിൽ. EPF-ൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ദേശീയ ആരോഗ്യ ദൌത്യം ജീവനക്കാർ. പണിമുടക്കിയവർ NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യം. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണം വേണമോ എന്നത് കോടതി തീരുമാനിക്കുമെന്ന് MV ജയരാജൻ. നിലവിലെ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആക്ഷേപമില്ല. ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബത്തിനെന്നും ജയരാജൻ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC-യുടെ നേതൃത്വത്തിൽ സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. CPI കണ്ണൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വെള്ളോറ രാജൻ ഉദ്ഘാടനം ചെയ്തു. ടാർജറ്റ് സമ്പ്രദായം നിർത്തലാക്കുക, ഔട്ട്ലെറ്റുകളിൽ മതിയായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക, തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടതു സർക്കാർ വഴിതെറ്റുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളോറ രാജൻ പറഞ്ഞു. ബദലായി ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കേരള മോഡൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ, ജനങ്ങളോട് കാണിക്കുന്ന അനുകമ്പ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട്, ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളും തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പല മേഖലകളിലും ഇപ്പോൾ തൊഴിലാളി ദ്രോഹ നിലപാടുകളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ പല മേഖലകളിലെയും അനുഭവം. സപ്ലൈകോ മാത്രമല്ല, നമുക്കറിയാം, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കുറവോടുകൂടി സാധനങ്ങൾ മാർക്കറ്റിൽ ലഭിക്കണമെങ്കിൽ സപ്ലൈകോയുടെ ഇടപെടൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഇടപെടൽ, അതുകൊണ്ട് മാത്രമേ പൊതുമാർക്കറ്റിൽ വില കുറയൂ. AITUC ജില്ലാ പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. ലക്ഷ്മണൻ, KT സുജാത, KV ഉഷ, C. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പോലീസ് പിടിയിൽ. 2 മിനി ലോറികളിൽ മംഗലാപുരത്ത് നിന്നും കോഴിക്കോടേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കുമ്പള പോലീസ് പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ അസ്കർ, NP, സാദിഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ഇവിടെ ഒരു കടുത്ത വിവേചനമാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസ രംഗത്ത്. ഇതിന് ഏതർത്ഥത്തിലാണ് നമ്മൾ പറയേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അസൂയയിലൂന്നിയ വൈരാഗ്യ ബുദ്ധിയോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് തരില്ലെന്നാണ് പറയുന്നത്. മെച്ചപ്പെട്ടതുകൊണ്ട് ഫണ്ട് തരാതിരിക്കുന്നതിൻ്റെ യുക്തി എന്താ? അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഇപ്പം ലൈഫിൻ്റെ മേഖലയിൽ പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി ചെയ്യുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കും. ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ആ സംയുക്ത പദ്ധതിയിൽ പെടുത്തില്ല എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ യുക്തി എന്താ? ഇപ്പം സംയുക്തമായി ഇത് ഫണ്ടെന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തല്ലല്ലോ. KSTA ജില്ലാ പ്രസിഡന്റ് K. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന, സംസ്ഥാന കമ്മിറ്റി അംഗം KC സുനിൽ, EC വിനോദ്, K. ശശീന്ദ്രൻ, P. അജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത് സർക്കാർ വഴിതെറ്റുന്ന പ്രവണത കാണിക്കുന്നതായി വെള്ളോറ രാജൻ. തൊഴിലാളികളെ കൈയൊഴിയുന്ന മനോഭാവം തുടരുന്നു. സർവ്വമേഖലകളിലും സമരം ശക്തമായി തുടങ്ങി. സപ്ലൈകോ ജീവനക്കാരും സമരത്തിൽ.
EPF-ൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ദേശീയ ആരോഗ്യ ദൌത്യം ജീവനക്കാർ പണിമുടക്കിയവർ NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യം. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണം വേണമോ എന്നത് കോടതി തീരുമാനിക്കുമെന്ന് MV ജയരാജൻ. നിലവിലെ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആക്ഷേപമില്ല. ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബത്തിനെന്നും ജയരാജൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമോ വേണ്ടയോ എന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന് MV ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്തി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിലാണ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആക്ഷേപമില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. ADMന്റെ മരണത്തിൽ ആക്ഷേപമുള്ളത് കുടുംബത്തിനാണ്. അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അത് സ്വാഭാവികമാണ്. ഇനി അതിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കൊന്നു കെട്ടിത്തൂക്കിയെന്നാണ് ഇപ്പോൾ ചിലർ ആരോപിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ PP ദിവ്യ കുറ്റക്കാരിയല്ല എന്നതല്ലേ ശരി? PP ദിവ്യക്കെതിരെയുള്ള ആരോപണം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കും വിധം പ്രസ്താവന നടത്തിയതെന്നാണല്ലോ എന്നും ജയരാജൻ ചോദിച്ചു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാഴ്ചപ്പാടെന്താ? ഏറ്റവും മികച്ച അന്വേഷണം നടത്തുകയാണ്. ഇപ്പം ദിവ്യയുടെ തന്നെ സംഭവം നിങ്ങളെടുത്തു നോക്ക്. ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം 15 രാവിലെയാണ് കണ്ടെത്തുന്നത്. ഇതിൻ്റെ നാനാവശങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ ഒരു പോലീസിൻ്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം? ആ കുടുംബത്തിനാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കാം. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. പിന്നെ CBIയെക്കുറിച്ചും EDയെക്കുറിച്ചും NIAയെക്കുറിച്ചും ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെക്കുറിച്ചും CPMനോട് ചോദിച്ചാലുള്ള അഭിപ്രായം എന്താണ്? അതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ അന്വേഷണ ഏജൻസികൾ മികച്ചതല്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലിട്ട തത്തയാണെന്ന്. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ്. CBIയെക്കുറിച്ചും NIA, ED എന്നിവയെക്കുറിച്ചും പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. കുറുവ UP സ്കൂൾ ആലിഫ് അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ അറബി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ TK പ്രദീപൻ നിർവഹിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്റർ പ്രദർശനവും നടന്നു.
അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, കുട്ടികൾ തയ്യാറാക്കിയ പഠന സാമഗ്രികളുടെ പ്രദർശനം എന്നിവ നടന്നു. അറബിക് അസംബ്ലിയും നടത്തി. അറബിക് ക്ലബ് കൺവീനർ ടി ഹീലൂർ മാസ്റ്റർ സ്വാഗതവും SRG കൺവീനർ CC സവിത ടീച്ചർ ആശംസയും നേർന്നു. ആമിന N അസംബ്ലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി K അശോകൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധനയിലെ അപാകതകൾ പരിഹരിച്ച് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകുക, ദിവസവേതനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കുക, EPF-ൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ സമരം. 2.81 ലക്ഷം കോടി രൂപയാണ്. അവർ BPL-കാരാണോ? ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്നവരാണോ? അവർക്ക് നികുതി കൊടുക്കാൻ കഴിയുകയില്ലേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നികുതി സൗജന്യങ്ങൾ നൽകുന്നു. അവർ കടമെടുത്തിട്ടുള്ള ബാങ്കുകൾ, നാഷണൽ ബാങ്കുകൾ പ്രത്യേകിച്ചും, അവരുടെ കിട്ടാക്കടം എഴുതിത്തള്ളുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്പത്ത്, മനുഷ്യരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്രം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ആ പദ്ധതിക്ക് പണം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഫെഡറേഷൻ ജില്ലാ ട്രഷറർ AK സനോജ് അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രൻ, ഡോക്ടർ പ്രിയ ബാലൻ, ഡോക്ടർ പ്രദീപൻ PV എന്നിവർ സംസാരിച്ചു. സിജു C, റുഷിൻ TN, ശ്രീവിദ്യ, ജാക്സൺ P, രാഹുൽ KR തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും തളിപ്പറമ്പ് ഏരിയയിലെ വിവിധ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് MV ജയരാജൻ പറഞ്ഞു. ഇതിനു മുന്നോടിയായി ഡിസംബർ 20-ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടക്കും. 1964 നവംബർ 7-ന് 7-ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് CPIM രൂപം കൊണ്ടതിന് ശേഷം കണ്ണൂർ ജില്ലയിലും CPIM ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. AV കുഞ്ഞമ്പുവായിരുന്നു ആദ്യ സെക്രട്ടറി. 60 വർഷത്തെ ജില്ലയിലെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന്റെയും നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവത്യാഗത്തിന്റെയും ഫലമായി ഇന്ത്യയിലെ ഏറ്റവും പ്രബല യൂണിറ്റായി CPIM വളർന്നു വന്നു. ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടത്തുകയാണ്. കണ്ണൂർ ജില്ലയിലെ 4420 ബ്രാഞ്ചുകളും 249 ലോക്കൽ സമ്മേളനങ്ങളും 18 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. കണ്ണൂർ ജില്ല കേരളത്തിലാകെയും ഇന്ത്യയിലാകെയും പാർട്ടിയുടെ സംഘടനാ ശക്തിയുടെയും ബഹുജന സ്വാധീനത്തിൻ്റെയും കാര്യത്തിൽ പ്രബല യൂണിറ്റാണ്. ബ്രാഞ്ചുകൾ 4420, ലോക്കൽ കമ്മിറ്റികൾ 249, ഏരിയ കമ്മിറ്റികൾ 18-മാണ്. ഇതിലെല്ലാമായി 65,550 പാർട്ടി അംഗങ്ങളുണ്ട്. ഇതിനു പുറമെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ, വിവിധ വർഗ ബഹുജന സംഘടനകളിൽ ലക്ഷക്കണക്കിന് അംഗങ്ങൾ. 4420 ബ്രാഞ്ചുകളിലും 249 ലോക്കൽ കമ്മിറ്റികളിലും 18 ഏരിയ കമ്മിറ്റികളിലുമായി 65,550 അംഗങ്ങളാണ് CPIM-ന് ജില്ലയിലുള്ളത്. ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 20-ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് 1940 സെപ്റ്റംബർ 15-ന്റെ സാമ്രാജ്യ വിരുദ്ധ സമരം നടന്ന ചരിത്രപ്രസിദ്ധമായ മോറാഴയിൽ വെച്ച് നടക്കും. EP ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മാത്രമായി 130 പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സെമിനാറുകളും സാംസ്കാരിക സമ്മേളനവും പ്രൊഫഷണൽ മീറ്റും കലാകായിക പ്രതിഭാ സംഗമവും എഴുത്തുകാരുടെ സംഗമവും സന്നദ്ധ സേവന രംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനം കാഴ്ചവെച്ച യൂത്ത് ബ്രിഗേഡ് IRPC വാളണ്ടിയർമാർക്കുള്ള ആദരവും വിമുക്തഭടന്മാരെ ആദരിക്കലും മഹിളാ സമ്മേളനവും കുട്ടികളുടെ സംഗമവും യുവജന വിദ്യാർത്ഥി സമ്മേളനവും കർഷക തൊഴിലാളി സമ്മേളനവും തൊഴിലാളി സംഗമവും ഉൾപ്പെടെ വിവിധ പരിപാടികൾ ജില്ലയിലെ വിവിധ
പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള 20 സെമിനാറുകൾ സംഘടിപ്പിക്കും. ജനുവരി 14 യൂത്ത് ബ്രിഗേഡ് IRPC വളണ്ടിയർമാർക്കുള്ള ആദരവ് പരിപാടി കണ്ണൂരിലും, ജനുവരി 19 എഴുത്തുകാരുടെ സംഗമം കണ്ണൂരിലും, ജനുവരി 26 കലാകായിക പ്രതിഭാ സംഗമം ഇരിട്ടിയിലുമാണ് സംഘടിപ്പിക്കുന്നത്. കഥ, കവിത, ലേഖനം, ഷോർട്ട് ഫിലിം മത്സരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുന്നത്തൂർ പാടി തീവപ്പന മഹോത്സവത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് താഴെ പൊടിക്കളത്ത് കോമരം പൈങ്കുറ്റി വെച്ച ശേഷം പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടന്നു. അഞ്ചില്ലം അടിയാന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും ഓലച്ചൂട്ട് പിടിച്ച് തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും പാടിയിലേക്ക് എഴുന്നള്ളിച്ചു. ഇനി ഒരു മാസക്കാലം കുന്നത്തൂർ പാടിയിൽ മുത്തപ്പൻ അനുഗ്രഹം ചൊരിയും. കരക്കാട്ടിടം വാണവർ SK കുഞ്ഞിരാമൻ നായനാരെയും തന്ത്രി പേർക്കുളത്തിലത്തെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും പാടിയിലേക്ക് ആനയിച്ചു. കോമരവും ചന്ദനും മടപ്പുരയ്ക്കുള്ളിൽ പൈങ്കുറ്റി വെച്ചു. കൊല്ലൻ കങ്കാണിയറിയിലെ വിളക്ക് തെളിയിച്ചതോടെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങി. ഉത്സവം അവസാനിക്കും വരെ കങ്കാണിയറിയിൽ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. തിരുമുറ്റത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശപൂജ ഉൾപ്പെടെയുള്ള കർമ്മങ്ങളും നടത്തി. ആദ്യ ദിനം മുത്തപ്പന്റെ 4 ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴീശൻ ദൈവം, തിരുവപ്പന എന്നിവ കെട്ടിയാടി. ചന്ദൻ കരിഞ്ചൻ മരിച്ചതിനെ തുടർന്ന് പുതിയ ചന്ദൻ പുല്ലായിക്കൊടി നാരായണന്റെ സ്ഥാനാരോഹണവും നടത്തി. പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം വാണവരുമായി സംസാരിച്ച് തിരുവപ്പനെയാണ് പുതിയ ചന്ദന് ചുമതല നൽകിയത്. ജനുവരി 16 ഉത്സവം സമാപിക്കും. ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് 4:30 ഊട്ടും വെള്ളാട്ടവും, രാത്രി 9:30 തിരുവപ്പനയും ഉണ്ടാകും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപെറ്റ ഭഗവതിയും കെട്ടിയാടും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് 25,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപം പലയിടങ്ങളിലായി കൂട്ടിയിട്ട് കത്തിച്ചതിനും മലിനജലം ഒഴുക്കിയതിനുമാണ് പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ ഖരദ്രവ്യ മാലിന്യ സംസ്കരണത്തിന് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് 25,000 രൂപ ചുമത്തിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപം പലയിടങ്ങളിലായി കൂട്ടിയിട്ട് കത്തിച്ചതിനും തൊഴിലാളികൾ കുളിച്ച ശേഷമുള്ള മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും സെപ്റ്റിക് ടാങ്ക് ലീക്കായി മലിനജലം തുറസായി സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിനും ഉപയോഗശേഷമുള്ള വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ തുറസായി ഒഴുക്കിവിട്ടതിനുമാണ് സ്ക്വാഡ് 25,000 രൂപ പിഴ ചുമത്തിയത്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് PP, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് സിനി PV, VEO സുരേന്ദ്രൻ TV എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,135, പവന് 57,080 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത് സർക്കാർ വഴിതെറ്റുന്ന പ്രവണത കാണിക്കുന്നതായി വെള്ളോറ രാജൻ. തൊഴിലാളികളെ കൈയൊഴിയുന്ന മനോഭാവം തുടരുന്നു. സർവ്വമേഖലകളിലും സമരം ശക്തമായി തുടങ്ങി. സപ്ലൈകോ ജീവനക്കാരും സമരത്തിൽ. EPF-ൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ദേശീയ ആരോഗ്യ ദൌത്യം ജീവനക്കാർ. പണിമുടക്കിയവർ NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യം. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണം വേണമോ എന്നത് കോടതി തീരുമാനിക്കുമെന്ന് MV ജയരാജൻ. നിലവിലെ അന്വേഷണത്തിൽ പാർട്ടിക്ക് ആക്ഷേപമില്ല. ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബത്തിനെന്നും ജയരാജൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.